നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് സാംസ്കാരിക നഗരിയിൽ ബുധനാഴ്ച തിരശ്ശീല ഉയരും. കലാമേളയുടെ ആവേശം വാനോളം ഉയരുന്നു. സ്വർണ്ണക്കപ്പിന് ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ രാജകീയമായ വരവേൽപ്പ്. ഭാരതീയ ഗ്രാമീണ സംരംഭങ്ങളുടെ തനിമയും സംസ്കാരവും നൃത്ത സംഗീത വാദ്യങ്ങളും സമന്വയിച്ച 13ാമത് കുടുംബശ്രീ ദേശീയ സരസ് മേളയ്ക്ക് ചാലിശ്ശേരിയിൽ കൊടിയിറക്കം. 2.5 ലക്ഷത്തിലേറെ പേർ സന്ദർശിച്ച സരസ് മേള ജനകീയ സരസ് മേള എന്ന ഖ്യാതിയും സ്വന്തമാക്കി. സമാപന സമ്മേളനത്തെ ജനസാഗരമാക്കി മഞ്ജു വാര്യർ. കാണികളെ ആവേശം കൊള്ളിച്ച് ഗായിക സിത്താരയുടെ പ്രൊജക്ട് മലബാറിക്കസിന്റെ സംഗീത വിരുന്ന്. ഏഷ്യയിലെ ഏറ്റവും ഭാരമേറിയ ആന എന്ന റെക്കോർഡിനുടമയായ ഗുരുവായൂർ ദേവസ്ഥത്തിലെ പ്രശസ്ത കൊമ്പൻ നന്ദൻ പാദരോഗത്തിന്റെ പിടിയിൽ. ഗജവീരന്റെ 2 മുൻകാലുകളിലുമാണ് രോഗം ബാധിച്ചത്. തൃശൂർ പൂരമടക്കമുള്ള ഉത്സവാഘോഷങ്ങൾക്ക് മുൻപേ കൊമ്പൻ ആരോഗ്യം വീണ്ടെടുക്കുമെന്ന പ്രതീക്ഷയിൽ ദേവസ്വവും ഗജപ്രേമികളും. ബന്ധുവായ പെൺകുട്ടിയെ നിരന്തരം ശല്യം ചെയ്യുന്നത് ചോദ്യം ചെയ്ത വൈരാഗ്യത്തിൽ കുന്നംകുളം പെലക്കാട്ട് പയ്യൂരിൽ കുടുംബത്തെ ആക്രമിച്ച കേസിലെ 2 പ്രതികളെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. പിടിയിലായത് കണ്ടാനശ്ശേരി ചൊവ്വലൂർപ്പടി സ്വദേശി ചൂണ്ടപുരയ്ക്കൽ വീട്ടിൽ ശരത്ത്, പാറമ്പാടം അഗതിയൂർ സ്വദേശി കിരൺ എന്നിവർ. എടക്കഴിയൂർ നേർച്ചയ്ക്കിടെ സംഘർഷം. പോലീസ് ലാത്തിവീശി. നേർച്ച കാണാൻ പോയ പൊന്നാനി കാപ്പിരിക്കാട് സ്വദേശിയായ യുവാവിനെ ചാവക്കാട് പോലീസ് ആളുമാറി മർദ്ദിച്ചതായി പരാതി. പാലപ്പെട്ടി കാപ്പിരിക്കാട് പയ്യപ്പാട്ട് ആരിഫിന്റെ മകൻ അനസിനെയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തുവെന്ന് ആരോപണം ഉയർന്നിരിക്കുന്നത്. വാർത്തകൾ വിശദമായി. തൃശൂരിൽ ഈ മാസം 14 മുതൽ ആരംഭിക്കാനിരിക്കുന്ന സംസ്ഥാന കലോത്സവത്തിന്റെ ആവേശം വാനോളം ഉയരുന്നു. സ്വർണ്ണക്കപ്പിന് കുന്നംകുളത്ത് രാജകീയമായ വരവേൽപ്പ് നൽകി. സാംസ്കാരിക നഗരിയിൽ നടക്കുന്ന 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സ്വർണ്ണക്കപ്പിന് കുന്നംകുളത്ത് ആവേശകരമായ സ്വീകരണമാണ് നൽകിയത്. വൈകിട്ടോടെ കുന്നംകുളത്തെത്തിയ സ്വർണ്ണക്കപ്പിനെ വാദ്യമേളങ്ങളുടെയും കലാരൂപങ്ങളുടെയും അകമ്പടിയോടെയാണ് നഗരം സ്വീകരിച്ചത്. ഞായറാഴ്ച വൈകിട്ട് 4ഓടെ ഗുരുവായൂരിലെ സ്വീകരണത്തിന് ശേഷം പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സ്വർണ്ണക്കപ്പ് എത്തിച്ചേർന്നു. നഗരത്തിൽ പൊതുദർശനത്തിനു വെച്ച 117 പവൻ തൂക്കം വരുന്ന കപ്പിൽ നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ ഹാരമണിയിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാരൂപങ്ങൾ, വാദ്യമേളങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെ വമ്പിച്ച ഘോഷയാത്രയായാണ് സ്വർണ്ണക്കപ്പിനെ കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ആനയിച്ചത്. ഘോഷയാത്രയുടെ മാറ്റുകൂട്ടുന്നതിനായി ജൈവവിഘടനം സാധ്യമാകുന്ന 201 ബലൂണുകളായിരുന്നു നഗരസഭ വിതരണം ചെയ്തത്. ബലൂണുകളിൽ ഞാവൽ, നെല്ലി, ഉങ്ങ്, മുരിങ്ങ തുടങ്ങി പച്ചക്കറികളുടെയും ഫലവൃക്ഷങ്ങളുടെയും വിത്തുകൾ നിറച്ചാണ് ഉപയോഗിച്ചത്. ആകാശത്തേക്ക് ഉയർന്ന് അന്തരീക്ഷത്തിലെത്തി ബലൂൺ പൊട്ടുമ്പോൾ വിത്തുകൾ വിവിധ പ്രദേശങ്ങളിലായി വീണുമുളയ്ക്കുക എന്നതാണ് ലക്ഷ്യം. നഗരസഭ നടത്തിയ ആഘോഷപൂർണമായ സ്വീകരണ ഘോഷയാത്രയിൽ 300ഓളം പേർ പങ്കാളികളായി. ആഘോഷത്തോടൊപ്പം പരിസ്ഥിതി സംരക്ഷണ സന്ദേശവും ജനങ്ങളിലേക്കെത്തിക്കാൻ ഈ സ്വീകരണ യാത്രയ്ക്കായി. കലയും സംസ്കാരവും പരിസ്ഥിതി ബോധവും കൈകോർക്കുന്ന ഈ നവീന ആശയം പൊതുജനങ്ങളിൽ നിന്നും വിദ്യാർത്ഥികളിൽ നിന്നും വലിയ പ്രശംസ നേടി. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സജ്ജീകരിച്ച വേദിയിൽ ജനപ്രതിനിധികളും അധ്യാപകരും സംഘടനാ പ്രതിനിധികളും ചേർന്ന് സ്വർണ്ണക്കപ്പിൽ പുഷ്പാർച്ചന നടത്തി. നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, വൈസ് ചെയർമാൻ PG ജയപ്രകാശ്, ചൊവ്വനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CG രഘുനാഥ്, കുന്നംകുളം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ A മൊയ്തീൻ, വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷർ, കൗൺസിലർമാർ, വിദ്യാഭ്യാസ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ വിജയികൾക്ക് സമ്മാനിക്കാനുള്ള സ്വർണ്ണക്കപ്പിന് ഇരുമ്പപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്വീകരണം നൽകി. സ്കൂൾ കവാടത്തിൽ ബാനറുമായി കാത്തുനിന്ന വിദ്യാർത്ഥികളും അധ്യാപകരും പൂക്കൾ വിതറി സ്വർണ്ണക്കപ്പിനെ സ്വീകരിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ഷീബ C ജേക്കബ്, അധ്യാപകൻ സൈജു കുളങ്ങാടൻ തുടങ്ങിയവരും NCC വിദ്യാർത്ഥികളും നേതൃത്വം നൽകി. ഭാരതീയ ഗ്രാമീണ സംരംഭങ്ങളുടെ തനിമയും സംസ്കാരവും നൃത്ത സംഗീത വാദ്യങ്ങളും സമന്വയിച്ച 13ാമത് കുടുംബശ്രീ ദേശീയ സരസ് മേളയ്ക്ക് ചാലിശ്ശേരിയിൽ പ്രൗഢമായ കൊടിയിറക്കം. 2.5 ലക്ഷത്തിലേറെ പേർ സന്ദർശിച്ച സരസ് മേള ജനകീയ സരസ് മേള എന്ന ഖ്യാതിയും നേടിയാണ് ശ്രദ്ധേയമായത്. തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി MB രാജേഷ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു.
മുണ്ടക്കൈ ചൂരൽമല ദുരന്തമുണ്ടായപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഏറ്റവുമധികം തുക സംഭാവന ചെയ്തത് കുടുംബശ്രീ വനിതകളാണ്. 20 കോടി രൂപയാണ് അയൽക്കൂട്ടാംഗങ്ങൾ സംഭാവന ചെയ്തതെന്ന് മന്ത്രി പറഞ്ഞു. തൃത്താലയിൽ സരസ്മേള സംഘടിപ്പിക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന ആശങ്കകളെല്ലാം ഇല്ലാതാക്കിക്കൊണ്ട് മേളയെ ഹൃദയം കൊണ്ട് ഏറ്റുവാങ്ങി തൃത്താലയിലെ ജനങ്ങൾ ഇതൊരു വലിയ വിജയമാക്കിയെന്നും മന്ത്രി പറഞ്ഞു. കുടുംബശ്രീയുടെ 1/4 നൂറ്റാണ്ട് കാലത്തെ ചരിത്രം, കേരളത്തിലെ സ്ത്രീകൾ കുടുംബശ്രീ അംഗങ്ങൾ കരളു പകുത്തും കഥകൾ പറഞ്ഞും തമ്മിൽ തണലായി നിന്ന് പൊരുതി വളർന്നതിൻ്റെ ചരിത്രമാണ് കുടുംബശ്രീയുടെ ചരിത്രം. ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം മുണ്ടക്കൈയിലും ചൂരൽമലയിലും ഹൃദയഭേദകമായ ദുരന്തമുണ്ടായപ്പോൾ ഒരു രാത്രി ഇരുട്ടി വെളുക്കുമ്പോഴേക്കും ഒരു നാട് മുഴുവൻ ഉരുളെടുത്തു പോയപ്പോൾ, അനേകം പേർ മണ്ണിനടിയിലായി തീർന്നപ്പോൾ, നമുക്ക് സഹായം കിട്ടേണ്ടിടങ്ങളിൽ നിന്നും കിട്ടാതെ വന്ന സമയത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ പ്രവഹിച്ചു. അങ്ങേയറ്റത്തെ അഭിമാനത്തോടെ പറയട്ടെ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഏറ്റവും വലിയ തുക സംഭാവന ചെയ്തത് ഏതെങ്കിലും കോർപ്പറേറ്റ് കമ്പനി ആയിരുന്നില്ല, കുടുംബശ്രീ ആയിരുന്നു. 20 കോടിയിലധികം രൂപയാണ് കുടുംബശ്രീ വനിതകൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തത്. പി മമ്മിക്കുട്ടി MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി സ്വാഗതം പറഞ്ഞു. ചലച്ചിത്ര താരം മഞ്ജു വാര്യർ മുഖ്യാതിഥിയായി. ഫുഡ് കോർട്ടിൽ 9 ദിവസം കൊണ്ട് 1.60 കോടി രൂപയും ഉൽപ്പന്ന വിപണന സ്റ്റാളിൽ നിന്നും 8 കോടി രൂപയും ഉൾപ്പെടെ 9.60 കോടി രൂപയുടെ വിറ്റുവരവ് നേടാൻ സംരംഭകർക്ക് കഴിഞ്ഞുവെന്ന് മന്ത്രി പറഞ്ഞു. നിലപാടുള്ള ധീരയായ വനിതയെന്ന നിലയ്ക്കാണ് മഞ്ജു വാര്യരെ മുഖ്യാതിഥിയായി സരസ് സമാപന സമ്മേളനത്തിലേക്ക് ക്ഷണിച്ചതെന്നും എല്ലാ കാലത്തും കുടുംബശ്രീയുടെ അഭ്യുദയകാംക്ഷി എന്ന നിലയ്ക്ക് മഞ്ജുവിന് ഈ പ്രസ്ഥാനത്തിനോട് വൈകാരികമായ അടുപ്പമുണ്ടെന്നും മന്ത്രി MB രാജേഷ് പറഞ്ഞു. മികച്ച രീതിയിൽ മേള സംഘടിപ്പിച്ച സംഘാടക സമിതിക്കുള്ള പുരസ്കാരവും മന്ത്രി സമ്മാനിച്ചു. സരസ് മേളയുടെ അധ്യക്ഷനായ മന്ത്രി MB രാജേഷിന് കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ H ദിനേശൻ ഉപഹാരം നൽകി. തന്റെ ജീവിതത്തിൽ വലിയൊരു മാതൃകയാണ് കുടുംബശ്രീയെന്നും ഇത്രയേറെ സ്ത്രീകളുടെ ജീവിത സാഹചര്യങ്ങളെ മാറ്റിയെടുത്ത പ്രസ്ഥാനമാണിതെന്നും ചടങ്ങിൽ മുഖ്യാതിഥിയായ മഞ്ജു വാര്യർ പറഞ്ഞു. കപ്പൂർ കുടുംബശ്രീ CDS സംരംഭമായ ഇല്യൂസ് പിക്കിൾസിന്റെ പ്രത്യേക ഉപഹാരം യൂണിറ്റ് അംഗങ്ങൾ മഞ്ജു വാര്യർക്ക് സമ്മാനിച്ചു. ഫുഡ് കോർട്ടിൽ പങ്കെടുത്ത കേരളത്തിലെയും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സംരംഭകരെയും ആദരിച്ചു. MLA മാരായ PP സുമോദ്, KT ജലീൽ, മുൻ MLA മാരായ AK ചന്ദ്രൻ, TP കുഞ്ഞുണ്ണി, തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി തുടങ്ങിയവർ സംസാരിച്ചു. തൃത്താലയുടെ മണ്ണിൽ 10 ദിവസമായി പെയ്തിറങ്ങിയ സരസ് മേളയുടെ സമാപന ചടങ്ങിലേക്ക് മലയാളത്തിന്റെ ലേഡി സൂപ്പർ സ്റ്റാർ എത്തിയതോടെ ചാലിശ്ശേരിയുടെ മണ്ണ് ആവേശത്തിന്റെ അലക്കടലായി മാറി. ഞായറാഴ്ച വൈകിട്ടോടെ മുലയമ്പറമ്പത്തുകാവ് മൈതാനിയിലെ സരസ് മേളയിലേക്ക് ജനപ്രിയ താരം മഞ്ജു വാര്യർ എത്തിയതോടെ നാട് അക്ഷരാർത്ഥത്തിൽ ജനസാഗരമായി മാറുകയായിരുന്നു. പിങ്ക് ചുരിദാറണിഞ്ഞ് പുഞ്ചിരിയോടെ മഞ്ജു വേദിയിലേക്ക് നടന്നു കയറിയപ്പോൾ ആർപ്പുവിളികളോടെയും കയ്യടികളോടെയുമാണ് തൃത്താല പ്രിയ താരത്തെ സ്വീകരിച്ചത്. തൃത്താലയുടെ ഗ്രാമീണ സൗന്ദര്യത്തെ പ്രകീർത്തിച്ചായിരുന്നു മഞ്ജുവിന്റെ പ്രസംഗം. കുടുംബശ്രീ എന്നത് വെറുമൊരു പേരല്ല, അത് കേരളത്തിലെ എത്രയോ സ്ത്രീകളുടെ ജീവിതം മാറ്റിമറിച്ച വലിയൊരു പ്രസ്ഥാനമാണ്. തളർന്നിരിക്കുന്നവർക്ക് പുതുവെളിച്ചം നൽകാൻ കുടുംബശ്രീക്ക് കഴിയുന്നു, മഞ്ജു പറഞ്ഞു. എല്ലാവർക്കും ആരോഗ്യവും സന്തോഷവും മനസമാധാനവും നേർന്നുകൊണ്ടാണ് താരം തന്റെ വാക്കുകൾ അവസാനിപ്പിച്ചത്. രാജേഷ് സാറിൻ്റെയൊക്കെ വലിയ പ്രയത്നം അതിൻ്റെ പിന്നിലുണ്ട് എന്നെനിക്ക് നന്നായിട്ട് അറിയാം. ഇത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ സ്വന്തം മണ്ഡലമായ തൃത്താലയിലാണ് ഈ സമാപന ചടങ്ങ് നമ്മൾ ആഘോഷിക്കുന്നത് എന്നുള്ളൊരു പ്രത്യേകത എനിക്ക് ഒരുപാട് വലിയ സന്തോഷം നൽകുന്നുണ്ട്. കുടുംബശ്രീ ചേച്ചിമാരോട് ഞാൻ എൻ്റെ അവസാനം വരെ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നവരോടൊപ്പം ഞാൻ ഉപയോഗിച്ചാൽ എല്ലാവർക്കും ഞങ്ങളുടെ കാലത്ത് സന്തോഷവും ആരോഗ്യവും മനസമാധാനവും ഉള്ള ഒരു ജീവിതം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും പുതുവത്സരാശംസകൾ. ഒരുപാട് 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 സ്നേഹം. പ്രിയ നായികയെ നേരിൽ കാണാൻ ഉച്ചയ്ക്ക് മുൻപേ തന്നെ ആരാധകർ ഇരിപ്പിടങ്ങൾ ഉറപ്പിച്ചിരുന്നു. മഞ്ജു എത്തിയതോടെ പലരും ഇരിപ്പിടങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് ആവേശം പങ്കുവച്ചു. ഫുഡ് കോർട്ടിലെ ഇതര സംസ്ഥാന സംരംഭകർക്ക് മഞ്ജു സ്നേഹോപകാരങ്ങൾ കൈമാറി. കക്കൂർ കുടുംബശ്രീ യൂണിറ്റിന്റെ ഇല്യൂസ് ഹോം മെയ്ഡ് അച്ചാർ അംഗങ്ങൾ മഞ്ജുവിന് സമ്മാനമായി നൽകിയതും ചടങ്ങിലെ കൗതുകമായി. മറ്റു വാർത്തകൾ. ചൂണ്ടൽ പെലക്കാട്ട് പയ്യൂരിലെ വീട് കയറി അക്രമം, 2 പ്രതികൾ അറസ്റ്റിലായി. ബന്ധുവായ പെൺകുട്ടിയെ നിരന്തരം ശല്യം ചെയ്യുന്നത് ചോദ്യം ചെയ്ത വൈരാഗ്യത്തിൽ കുന്നംകുളം പെലക്കാട്ട് പയ്യൂരിൽ കുടുംബത്തെ വീട് കയറി ആക്രമിച്ച സംഘത്തിലെ 2 പ്രതികളെയാണ് കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. കണ്ടാണശ്ശേരി ചൗലൂർപ്പടി സ്വദേശി ചൂണ്ടപ്പുരക്കൽ വീട്ടിൽ ശരത്ത്, പാറമ്പാട് മകതിയൂർ സ്വദേശി കിരൺ എന്നിവരാണ് അറസ്റ്റിലായത്. പെലക്കാട്ട് പയ്യൂർ സ്വദേശി 65 വയസ്സുള്ള പ്രകാശിനെയും ഭാര്യയെയുമാണ് പ്രതികൾ
ആക്രമിച്ചത്. വെള്ളിയാഴ്ച പുലർച്ചെ 12:30യോടെ 4-അംഗ സംഘമാണ് വീട് കയറി ആക്രമണം നടത്തിയത്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ഏഷ്യയിലെ ഏറ്റവും ഭാരമേറിയ ആന എന്ന റെക്കോർഡിനുടമയായ ഗുരുവായൂർ ദേവസ്ഥത്തിലെ പ്രശസ്ത കൊമ്പൻ നന്ദൻ പാദരോഗത്തിന്റെ പിടിയിൽ. ഗജവീരന്റെ 2 മുൻകാലുകളിലാണ് രോഗം ബാധിച്ചിരിക്കുന്നത്. നിലവിൽ വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ചികിത്സ തുടരുകയാണ്. ഡിസംബർ പകുതിയോടെയാണ് നന്ദനെ നീരുകാലം കഴിഞ്ഞ് അഴിച്ചത്. എന്നാൽ നീരിൽ തളയ്ക്കുന്നതിന് മുമ്പ് തന്നെ പാദരോഗത്തിന്റെ ലക്ഷണങ്ങൾ പ്രകടമായിരുന്നു. ഇതേ തുടർന്ന് പ്രാഥമിക ചികിത്സകൾ നൽകിയ ശേഷമാണ് മദപ്പാടിൽ തളച്ചിരുന്നത്. ഇപ്പോൾ നീരൊഴിഞ്ഞ് പുറത്തിറക്കിയ നന്ദനെ ഡോക്ടർമാർ ദിവസവും പരിശോധിക്കുന്നുണ്ട്. വിദഗ്ധ ചികിത്സയെ തുടർന്ന് വലതു മുൻകാലിലെ അസുഖത്തിന് കാര്യമായ ശമനം വന്നിട്ടുണ്ടെങ്കിലും ഇടതുകാലിലെ രോഗം പൂർണ്ണമായി ഭേദമായിട്ടില്ല. ശരീരഭാരം കൂടുതലായതിനാൽ പാദരോഗം വേഗത്തിൽ മാറാത്തത് ചികിത്സയിൽ വെല്ലുവിളിയാകുന്നുണ്ട്. ലക്ഷണമൊത്ത ശരീരപ്രകൃതിയും ശാന്ത സ്വഭാവവും കൊണ്ട് ലക്ഷക്കണക്കിന് ആരാധകരുള്ള ആനയാണ് നന്ദൻ. തൃശൂർ പൂരമടക്കമുള്ള പ്രമുഖ ഉത്സവങ്ങളിൽ നന്ദൻ്റെ സാന്നിധ്യം പ്രധാനമാണ്. വരാനിരിക്കുന്ന തൃശൂർ പൂരത്തിന് നന്ദനെ എഴുന്നള്ളിക്കാൻ സാധിക്കുമെന്ന ശുഭപ്രതീക്ഷയിലാണ് ദേവസ്വം അധികൃതരും ആനപ്രേമികളും. കൊമ്പൻ അക്ഷയകൃഷ്ണയും പിടിയാന ലക്ഷ്മികൃഷ്ണയും പാദരോഗലക്ഷണത്തെ തുടർന്ന് ചികിത്സയിലാണ്. എടക്കഴിയൂർ നേർച്ചയ്ക്കിടെ സംഘർഷം, പോലീസ് ലാത്തിവീശി. കഴിഞ്ഞ ദിവസം പുലർച്ചെയായിരുന്നു സംഭവം. നേർച്ചയുടെ കൊട്ടിക്കലാശത്തിനിടെ ഇരുവിഭാഗങ്ങൾ തമ്മിൽ സംഘർഷമുണ്ടാവുകയായിരുന്നു. ഇത് കൂട്ടത്തല്ലിലേക്ക് വഴിമാറി. പോലീസ് ലാത്തിവീശി ഇരുവിഭാഗത്തെയും പിരിച്ചുവിടുകയായിരുന്നു. എടക്കഴിയൂർ നേർച്ച കാണാൻ പോയ പൊന്നാനി കാപ്പിരിക്കാട് സ്വദേശിയായ യുവാവിനെ ചാവക്കാട് പോലീസ് ആളുമാറി മർദ്ദിച്ചതായി പരാതി. പാലപ്പെട്ടി കാപ്പിരിക്കാട് പയ്യക്കാട്ട് ആരിഫിന്റെ മകൻ അനസിനെയാണ് ചാവക്കാട് പോലീസ് കസ്റ്റഡിയിലെടുത്ത് മർദ്ദിച്ചുവെന്നാരോപിച്ച് ബന്ധുക്കൾ രംഗത്ത് വന്നിരിക്കുന്നത്. പരിക്കേറ്റ അനസ് പൊന്നാനി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കഴിഞ്ഞ ദിവസം നടന്ന എടക്കഴിയൂർ നേർച്ചയ്ക്കിടെയാണ് അനസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. നേർച്ചയ്ക്കിടെയുണ്ടായ സംഘർഷത്തിൽ ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കി ബൈക്കോടിച്ച സംശയത്തിലാണ് രാത്രി പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയും ചെയ്തത്. മർദ്ദനത്തിനു ശേഷം ആളുമാറിയതെന്ന് ശ്രദ്ധയിൽപ്പെട്ടതോടെ പോലീസ് സ്റ്റേഷനിൽ നിന്നും തിരിച്ചയക്കുകയാണ് ഉണ്ടായതെന്ന് അനസ് പറഞ്ഞു. ശരീരം മുഴുവൻ ലാത്തികൊണ്ട് സ്റ്റേഷനിൽ വെച്ച് പോലീസുകാർ മർദ്ദിച്ചെന്നും ചികിത്സയിലുള്ള യുവാവ് പറഞ്ഞു. മർദ്ദിച്ച സംഭവം പുറത്തറിയിക്കരുതെന്ന് പോലീസ് ഭീഷണിപ്പെടുത്തിയതായും അനസ് പറഞ്ഞു. സംഭവവുമായി ബന്ധപ്പെട്ട യുവാവിന്റെ ബന്ധുക്കൾ പൊന്നാനി പോലീസിൽ പരാതി നൽകി. അതേസമയം അനസിന്റെ ആരോപണം തെറ്റാണെന്നും മദ്യപിച്ച് ബഹളം ഉണ്ടാക്കിയതിനെ തുടർന്നാണ് യുവാവിനെ കസ്റ്റഡിയിലെടുത്തതെന്നും വൈദ്യപരിശോധനയ്ക്ക് ശേഷം രക്ഷിതാക്കൾക്കൊപ്പം വിട്ടയക്കുകയായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു. നേർച്ചയ്ക്കിടെ എടക്കഴിയൂർ കാജ സെന്ററിൽ വെച്ച് 2 വിഭാഗം തമ്മിലുണ്ടായ സംഘർഷത്തിൽ പോലീസ് ലാത്തിവീശി സംഘർഷം നിയന്ത്രണ വിധേയമാക്കിയിരുന്നു. ഇതിനിടയിലാണ് അനസിന് പരിക്കേറ്റതെന്നും മദ്യപിച്ച് ബഹളമുണ്ടാക്കിയതിനെ തുടർന്നാണ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നതെന്നും പോലീസ് വ്യക്തമാക്കി. കാഴ്ച കഴിഞ്ഞ് വണ്ടി എടുക്കാൻ പോകുമായിരുന്നു. ആ ടൈമിൽ കാഴ്ച എല്ലാം അവസാനിച്ചിരിക്കണം. നോക്കുമ്പോൾ തമ്പോല ഇതൊക്കെ കയറ്റി വെക്കണായിരുന്നു. അങ്ങനെ ഒരു ബുള്ളറ്റ് ഉണ്ടായിരുന്നു സൈലൻസർ ഇല്ലാതെ. അത് ഞങ്ങളതൊന്നും പറഞ്ഞിട്ടാണ് അവർ ഞങ്ങളെ കൊണ്ടുപോയത്. അതിൽ ഓടുന്ന ടൈം എല്ലാവരും രാത്രിയിട്ട് വരുന്ന ടൈം എല്ലാവരും ഓടുക ചെയ്ത്. അങ്ങനെ ഒരു വീണ ടൈമിൽ എന്നെ വേറൊരു ചെക്കനെ പിടിച്ചിട്ടാണ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് നല്ല ഇടിക്കുകയൊക്കെ ചെയ്തത്. ചാവക്കാട് ബ്ലാങ്ങാട് ഉണ്ണിരി ഹാളിന് സമീപം അടച്ചിട്ട വീട്ടിൽ മോഷണശ്രമം. പോലീസ് എത്തിയതോടെ മോഷ്ടാക്കൾ രക്ഷപ്പെട്ടു. ഇവർ വന്ന വാഹനം പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഉണ്ണീരി ഹാളിന് സമീപം കിഴക്കൂട്ട് ഷമീറിന്റെ വീട്ടിലാണ് മോഷണശ്രമമുണ്ടായത്. സംഭവം വീട്ടിലെ CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി 2 മണിയോടെയാണ് സംഭവം. ഷമീറും കുടുംബവും വിദേശത്താണ്. വീടിന് മുന്നിലൂടെ ഒരു കാർ വേഗതയിൽ പോവുകയും പിന്നീട് ഇതേ കാർ വേഗത്തിൽ പുറകോട്ടെത്തി വീടിന് മുന്നിൽ നിർത്തിയിട്ട് 2 പേർ വീടിനുള്ളിലേക്ക് കടക്കുകയുമായിരുന്നു. വീടിന് പുറത്തുള്ള ഒരു ക്യാമറ തകർത്തിട്ടുണ്ട്. ഈ സമയം ഇതുവഴി നൈറ്റ് പട്രോളിങ്ങിനായി വന്ന ചാവക്കാട് പോലീസ് അസ്വാഭാവികമായ കാറിന്റെ പാർക്കിംഗ് കണ്ട് അടുത്തു ചെന്നതോടെ ഇവർ വാഹനമെടുത്ത് രക്ഷപ്പെടുകയായിരുന്നു. കാറിലുണ്ടായിരുന്നവർ വിവരം നൽകിയതോടെ വീടിനകത്ത് കടന്നവരും മതിൽ ചാടി രക്ഷപ്പെട്ടു. കഴിഞ്ഞ വർഷം നവംബറിൽ ഈ വീട്ടിൽ മോഷണം നടന്നിരുന്നു. അന്ന് വാതിൽ കുത്തി തുറന്ന് അകത്തുകയറിയ മോഷ്ടാക്കൾ 3000 രൂപ മോഷ്ടിച്ചു. കൂടാതെ നിരീക്ഷണ ക്യാമറയുടെ DVR നശിപ്പിക്കുകയും ചെയ്തിരുന്നു. മോഷ്ടാക്കൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി.
അക്കിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ മോഷണം. ക്ഷേത്രപ്പറമ്പിലുള്ള നാഗക്കാവിലെയും രക്ഷസ്ഥറയിലെയും 3 വെങ്കല വിളക്കുകൾ മോഷണം പോയി. ഒരു ഭണ്ഡാരത്തിന്റെ പൂട്ട് തകർത്തിട്ടുണ്ട്. നിത്യവും വൈകിട്ട് ഭണ്ഡാരം തുറക്കുന്നതിനാൽ പണം നഷ്ടപ്പെട്ടിട്ടില്ല. ചുറ്റമ്പലത്തിന്റെ ഓട് പൊളിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഉള്ളിലേക്ക് പ്രവേശിക്കാൻ സാധിച്ചിട്ടില്ല. രാവിലെ ക്ഷേത്ര മേൽശാന്തി നട തുറക്കാൻ എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. ഭരണസമിതിയുടെ പരാതിയിന്മേൽ കുന്നംകുളം പോലീസ് SHO KG ജയപ്രദീപിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്ത് എത്തി പരിശോധനകൾ നടത്തി. ക്ഷേത്രത്തിലെ നിരീക്ഷണ ക്യാമറയിൽ മോഷ്ടാവിന്റെ ദൃശ്യം പതിഞ്ഞിട്ടുണ്ട്. ഇത് കേന്ദ്രീകരിച്ച് അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. വേലൂർ മണിമലർക്കാവ് മാറുമറയ്ക്കൽ സമരത്തിന്റെ 70ാം വാർഷികത്തിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് സംഘാടക സമിതി യോഗം ചേർന്നു. കാർഷികേതരം സഹകരണ സംഘം ഹാളിൽ നടന്ന യോഗം CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ സെക്രട്ടറി മുരളീധരൻ അധ്യക്ഷനായി. ജില്ലാ കമ്മിറ്റി അംഗം CF ജോൺ ജോഫി, MN വിനയകുമാർ, AN സോമനാഥൻ, ഡോക്ടർ VK വിജയൻ, KV അഷ്ന എന്നിവർ സംസാരിച്ചു. VK വിജയൻ ചെയർമാനായും ഡോക്ടർ CF ജോൺ ജോഫി ജനറൽ കൺവീനറായും KG ഗോപിനാഥൻ വർക്കിംഗ് കമ്മിറ്റി ചെയർമാനായും 101 അംഗ സംഘാടക സമിതി രൂപീകരിച്ചു. കുന്നംകുളം സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവകയിൽ 279ാമത് തിരുനാൾ ഭക്തി നിർഭരമായി ആഘോഷിച്ചു. ശനി, ഞായർ, തിങ്കൾ ദിവസങ്ങളിലായിട്ടായിരുന്നു തിരുനാൾ ആഘോഷം. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ പ്രസിദ്ധി വാഴ്ചയും ആഘോഷമായ തിരുനാൾ കുർബാനയും നടന്നു. ഭരണങ്ങാനം MST മൈനർ സെമിനാരി പ്രൊഫസർ ഫാദർ ജിജോ കൊട്ടക്കാവിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ജോസഫ് ബ്രഹ്മകുളം തിരുനാൾ സന്ദേശം നൽകി. തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ജിജോ മാളിയേക്കൽ സഹകാർമ്മികനായി. വൈകിട്ട് 4 മണിക്ക് നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ജിമ്മി പൊന്നത്ത് കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് നഗരവീഥികളെ ഭക്തിസാന്ദ്രമാക്കുന്ന തിരുനാൾ പ്രദക്ഷിണം, വർണ്ണമഴ, ബാൻഡുവാദ്യ മത്സരം എന്നിവയുമുണ്ടായി. തിങ്കളാഴ്ച രാവിലെ മരിച്ചുപോയവർക്ക് വേണ്ടിയുള്ള കുർബാന ഉണ്ടായി. തിരുനാളിന്റെ 8ാം ഇടം ജനുവരി 18 ഞായറാഴ്ച ആഘോഷിക്കും. അന്നേ ദിവസം നടക്കുന്ന തിരുകർമ്മങ്ങൾക്ക് തൃശൂർ അതിരൂപത കുടുംബ കൂട്ടായ്മ ഡയറക്ടർ ഫാദർ ടിങ്കിൾ വാഴപ്പള്ളി കാർമ്മികനാകും. വൈകിട്ട് 6 മണിക്ക് നടക്കുന്ന ഇടവക ദിനം, കുടുംബ കൂട്ടായ്മ സംയുക്ത വാർഷികം, ജൂബിലി വർഷ സമാപനം എന്നിവ മെൽബൺ രൂപത എമിരിറ്റിസ് ബിഷപ്പ് മാർ ബോസ്കോ പുത്തൂർ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ഇടവകാംഗങ്ങൾ അവതരിപ്പിക്കുന്ന സൈന്യാധിപൻ എന്ന നാടകം അരങ്ങേറും. തിരുനാൾ ആഘോഷങ്ങൾക്ക് വികാരി ഫാദർ ഡെയ്സൺ മുണ്ടോപ്പുറം, കൈക്കാരന്മാരായ KL ലോയിഡ്, വർഗീസ് ആന്റണി, ജോഫി ജോസഫ്, ചിറളയം ഹോളി ചൈൽഡ് സുപ്പീരിയർ സിസ്റ്റർ ബെൻസി തുടങ്ങിയവർ നേതൃത്വം നൽകി. കൂറ്റനാട് റോഡിൽ വെച്ചുണ്ടായ ഇരുചക്ര വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുകയായിരുന്ന യുവാവ് മരിച്ചു. തണ്ണീർക്കോട് സ്വദേശി അഭിജിത്താണ് മരിച്ചത്. ജനുവരി 2 വെള്ളിയാഴ്ച രാത്രി 8 മണിയോടെ ചാലുശ്ശേരി വട്ടത്താണിക്ക് സമീപത്തായിരുന്നു അപകടം. ചാലുശ്ശേരി ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഇരുചക്ര വാഹനവും എതിരെ വരികയായിരുന്ന ഇരുചക്ര വാഹനവും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിൽ തണ്ണീർക്കോട് സ്വദേശി പുലിയിൽ വീട്ടിൽ അഭിജിത്തിന് ഗുരുതരമായി പരിക്കേറ്റു. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു അന്ത്യം. അപകടത്തിൽ ഞാങ്ങാട്രി സ്വദേശികളായ 2 പേർക്കും പരിക്കേറ്റിരുന്നു. കടകമ്പൽ പഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി. ആകെയുള്ള 4 സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിൽ 3 എണ്ണം കോൺഗ്രസിനും 1 എണ്ണം CPM-നും ലഭിച്ചു. കോൺഗ്രസിൽ നിന്ന് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി ടീച്ചറും, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി MP രാജൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി KM റസാഖ് എന്നിവരും, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി CPM-ലെ ശൈലജയും തിരഞ്ഞെടുക്കപ്പെട്ടു. വരണാധികാരി റിയ ജോസഫ് തിരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകി. പഞ്ചായത്ത് സെക്രട്ടറി P ശ്രീജിത്ത് സംബന്ധിച്ചു. തിരഞ്ഞെടുക്കപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരെ പഞ്ചായത്ത് ഹാളിൽ പ്രസിഡന്റ് K ജയശങ്കർ, മുൻ പ്രസിഡന്റ് CK സദാനന്ദൻ മാസ്റ്റർ, മെമ്പർമാരായ മോനിഷ രജീഷ്, TS മണികണ്ഠൻ എന്നിവർ അനുമോദിച്ച് സംസാരിച്ചു. പിന്നീട് നടന്ന ചടങ്ങിൽ തിരഞ്ഞെടുക്കപ്പെട്ട കോൺഗ്രസ് ചെയർമാൻമാർക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K ജയശങ്കർ ത്രിവർണ്ണ ഷാൾ അണിയിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് MS മണികണ്ഠൻ, M ഉദയശങ്കർ, രമേശ് കടവാരത്ത്, ബാബു ചിറക്കൽ, പഞ്ചായത്ത് അംഗങ്ങളായ ചന്ദ്രാവതി, സ്വീറ്റി ഷാജു, ജിൻസി സജു, സ്വപ്ന പ്രിൻസ്, സന്ധ്യ ഷിബു എന്നിവർ പങ്കെടുത്തു. UAE-യിലെ കുന്നംകുളം നിവാസികളുടെ ഇടതുപക്ഷ സാംസ്കാരിക സംഘടനയായ സമത കുന്നംകുളം സെൻട്രൽ സമ്മേളനം CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും ആലത്തൂർ MP-യുമായ K രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അജ്മാനിൽ നടന്ന സമ്മേളനത്തിൽ ഗുരുവായൂർ MLA NK അക്ബർ മുഖ്യാതിഥിയായി. ലോക കേരള സഭാ അംഗം TK അബ്ദുൽ ഹമീദ്, സമതയുടെ സെക്രട്ടേറിയറ്റ് അംഗം ഷാജൻ കുണ്ടുകുളം എന്നിവർ സംസാരിച്ചു. സാമൂഹിക സൂചികകളിൽ കൈവരിച്ച
നേട്ടങ്ങളുടെ മികവിൽ കേരളം ലോകത്തിന് മാതൃകയാണെന്ന് കെ രാധാകൃഷ്ണൻ MP ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. സമത പ്രസിഡന്റ് സുശീൽ കുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിന് സെക്രട്ടറി സൈഫുദ്ദീൻ സ്വാഗതവും സെക്രട്ടേറിയറ്റ് അംഗം മണി ഉപ്പത്തിൽ നന്ദിയും പറഞ്ഞു. പുതിയ ഭാരവാഹികളായി സൈഫുദ്ദീൻ PS സെക്രട്ടറി, KR സുശീൽ കുമാർ പ്രസിഡന്റ്, നൌഷാദ് VH ട്രഷറർ, സച്ചിൻ M, അനീഷ് AH എന്നിവർ ജോയിന്റ് സെക്രട്ടറിമാർ, ആഷിഖ് VA, നിബീഷ് MJ എന്നിവർ വൈസ് പ്രസിഡന്റുമാർ എന്നിവരെ തെരഞ്ഞെടുത്തു. ഐക്യ ആർട്ട് ഫാമിന്റെ ആഭിമുഖ്യത്തിൽ 10 ദിവസം നീണ്ടുനിന്ന ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് റൈറ്റിംഗ് ഓൺ ആർട്ട് ശില്പശാല സമാപിച്ചു. പുതുശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന ഐക്യ ആർട്ട് ഫാമിൽ ജനുവരി 3 മുതൽ നടന്നുവന്നിരുന്ന ശില്പശാല ക്യാമ്പിന് കലാചരിത്രകാരൻ പ്രൊഫസർ ശിവജി K പണിക്കരാണ് നേതൃത്വം നൽകിയത്. ഇന്ത്യയിലെ പ്രതിഭാധനരായ കലാകാരന്മാർ വിഷയാവതരണം നടത്തിയ ശില്പശാലയിൽ കൊൽക്കത്ത, ആന്ധ്ര, ബംഗളൂരു എന്നിവിടങ്ങളിൽ നിന്നായി 15-ലേറെ പേരാണ് പങ്കെടുത്തത്. ഐക്യ ആർട്ട് ഫാം നിരന്തരമായി വിവിധ കലാമേഖലയിലുള്ളവർക്കായി നടത്തിവരുന്ന വർക്ക്ഷോപ്പുകളുടെ ഭാഗമായാണ് ജനുവരി 3 മുതൽ 12 വരെയുള്ള ദിവസങ്ങളിൽ ദശദിന ക്യാമ്പ് സംഘടിപ്പിച്ചത്. ശില്പശാലയുടെ സമാപനത്തോടനുബന്ധിച്ച് പ്രൊഫസർ ശിവജി K പണിക്കർ, കവിത ബാലകൃഷ്ണൻ, ദീപക് വാങ്കഡെ എന്നിവർ ചേർന്ന് പങ്കെടുത്തവർക്കായി സർട്ടിഫിക്കറ്റ് വിതരണം നടത്തി. ശില്പശാലയിൽ പങ്കെടുത്തവർ അനുഭവങ്ങൾ പങ്കുവച്ചു. ഇന്ത്യയിലെ വിവിധ ഫൈൻ ആർട്സ് കോളേജുകളിലെ വിദ്യാർത്ഥികളും കലാഭിമുഖ്യമുള്ളവരുമാണ് ശില്പശാലയിൽ പങ്കെടുത്തത്. സമാപന ചടങ്ങിൽ ഐക്യ ആർട്ട് ഫാം ചെയർമാൻ ദീപക് വാങ്കഡെ അധ്യക്ഷനായി. ഡയറക്ടർ TP ബാബുരാജ്, ട്രഷറർ ഡോക്ടർ NS അജിത്, TP ബിബുരാജ്, TA സുകുമാരൻ മാസ്റ്റർ, അലേഖ്യ വിഷ്വൽ ആർട്സ് പ്രാക്ടീഷണർ TR സുനിൽലാൽ, KA രാമചന്ദ്രൻ, PM അബ്ദുറഹ്മാൻ എന്നിവർ സംസാരിച്ചു. ഗുരുവായൂർ YMCA പുതുവത്സരാഘോഷവും കുടുംബസംഗമവും നടത്തി. ഗുരുവായൂർ നഗരസഭാ ചെയർപേഴ്സൺ സുനിത രവീന്ദ്രൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ബാബു M വർഗീസ് അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ SI U മഹേഷ് മുഖ്യാതിഥിയായി. കൗൺസിലർമാരായി ചുമതലയേറ്റ YMCA അംഗങ്ങളായ ആൻഡോ തോമസ്, ജോയ് ചെറിയാൻ, MV ബിജു, VJ ജോയ്സി, മിഷ സെബാസ്റ്റ്യൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. വനിതാ ഫോറത്തിന്റെ വനിതാ ദീപ്തി പദ്ധതിയിലൂടെ അർഹമായവർക്ക് തയ്യൽ മെഷീനുകൾ വിതരണം ചെയ്തു. ഗുരുവായൂർ യൂണിറ്റിൽ 500 അംഗങ്ങൾ തികഞ്ഞതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് കേക്ക് മുറിച്ചു. പുതുതായി ചേർന്ന 100 അംഗങ്ങൾക്ക് തൃശൂർ സബ് റീജിയൻ ചെയർമാൻ ജോൺസൺ മാറോക്കി സത്യവാചകം ചൊല്ലിക്കൊടുത്തു. സെക്രട്ടറി ലോറൻസ് നീലങ്കാവിൽ, ട്രഷറർ ജോസ് ലൂയിസ്, വൈസ് പ്രസിഡന്റ് ലാംഗോസ് ചക്രമാക്കിൽ, CP ജോയ്, ജോമോൻ ചുങ്കത്ത്, ബിജു അന്തിക്കാട്ട്, ഇഗ്നേഷ്യസ് ആളൂർ, ജിജു തലക്കോട്ടൂർ, ജിഷോയസ് പുത്തൂർ എന്നിവർ സംസാരിച്ചു. CPMന്റെ സമുന്നത നേതാവും മുൻ ഗവൺമെന്റ് ചീഫ് വിപ്പും രാജ്യസഭാംഗവുമായിരുന്ന KP അരവിന്ദാക്ഷന്റെ നാമധേയത്തിൽ നിർമ്മിക്കുന്ന പാർട്ടി ഓഫീസിൻ കെട്ടിടത്തിന് തറക്കല്ലിട്ടു. CPMന്റെ നേതൃത്വത്തിൽ KP അരവിന്ദാക്ഷന്റെ ജന്മനാടായ പെരുമണ്ണിൽ നിർമ്മിക്കുന്ന CPM പെരുമണ്ണ് കിഴക്ക് പടിഞ്ഞാറ് ബ്രാഞ്ചുകളുടെ ഓഫീസ് കെട്ടിടത്തിന്റെ തറക്കല്ലിടലാണ് നടന്നത്. KP അരവിന്ദാക്ഷന്റെ 19ാം ചരമവാർഷിക ദിനമായ തിങ്കളാഴ്ച രാവിലെ നടന്ന ചടങ്ങിൽ പാർട്ടി പതാക ഉയർത്തിയ ശേഷം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M ബാലാജി ഓഫീസ് കെട്ടിടത്തിന് തറക്കല്ലിട്ടു. കേച്ചേരി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി TC സെബാസ്റ്റ്യൻ മാസ്റ്റർ അധ്യക്ഷനായി. ജില്ലാ കമ്മിറ്റി അംഗം MN സത്യൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ MB പ്രവീൺ, PB അനൂപ്, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ PT ജോസ്, സുനിത ഉണ്ണികൃഷ്ണൻ, സച്ചിൻ പ്രകാശ് എന്നിവർ സംസാരിച്ചു. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിനി പ്രസാദ്, ചൊവ്വനൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രമ വേലായുധൻ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ, പാർട്ടി പ്രവർത്തകർ, KP അരവിന്ദാക്ഷന്റെ കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. മരത്തങ്കോട് മേരിമാത ദേവാലയത്തിലെ തിരുനാൾ ആഘോഷം ഭക്തി നിർഭരമായ പ്രദക്ഷിണത്തോടെ സമാപിച്ചു. പരിശുദ്ധ ദേവമാതാവിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാൾ ഞായർ, തിങ്കൾ ദിവസങ്ങളിലായാണ് ആഘോഷിച്ചത്. ഞായറാഴ്ച രാവിലെ കുർബാനയെ തുടർന്ന് കൂടുതുറക്കൽ, രൂപമെഴുന്നള്ളിച്ചുവെപ്പ്, പ്രസുതേന്തി വാഴ്ച, വീടുകളിലേക്ക് ആശീർവദിച്ച അമ്പ്, വള എന്നിവയും രാത്രി ബാൻഡ് വാദ്യവുമായി അമ്പ്, വള പള്ളിയിൽ തിരിച്ചെത്തി സമാപിച്ചു. തിങ്കളാഴ്ച രാവിലെ 10-ന് ഫാദർ സാജൻ വടക്കൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ തിരുനാൾ പാട്ടുകുർബാനയും ഫാദർ ജസ്റ്റിൻ പൊഴിക്കുന്നത്ത് തിരുനാൾ സന്ദേശവും നൽകി. വൈകിട്ട് 5-ന് നടന്ന അങ്ങാടി ചുറ്റിയുള്ള പ്രദക്ഷിണത്തിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. തുടർന്ന് 7-ന് പള്ളിയങ്കണത്തിൽ പാലാ കമ്മ്യൂണിക്കേഷൻസിൻ്റെ ഗാനമേളയും ഉണ്ടായിരുന്നു. ആഘോഷങ്ങൾക്ക് ഇടവക വികാരി ഫാദർ ജോഫി ചിറ്റിലപ്പള്ളി, കൈക്കാരന്മാരായ ഡോക്ടർ ജോൺസൺ ആളൂർ, തോമസ് ചക്രമാക്കിൽ, ജനറൽ കൺവീനർ ജെയിംസ് വടക്കൻ തുടങ്ങിയവരടങ്ങിയ കമ്മിറ്റി നേതൃത്വം നൽകി.
കുറ്റിപ്പുറത്ത് ബൈക്ക് അപകടത്തിൽ യുവാവിന്റെ ദാരുണാന്ത്യം. തൃത്താല കുമ്പിടി പെരുമ്പലം സ്വദേശി 34 വയസ്സുള്ള വിമലാണ് മരിച്ചത്. MES കോളേജിന് സമീപം കുമ്പിടി റോഡിൽ തിങ്കളാഴ്ച പുലർച്ചെയായിരുന്നു അപകടം. റോഡരികിൽ ഗുരുതരമായി പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ വിമലനെ ഉടൻ തന്നെ കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. പറക്കാട് വെൽഫെയർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ കലാദീപം ലൈബ്രറിയുടെയും ഫ്രണ്ട്സ് വായനശാലയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ഗ്രാമോത്സവം സംഘടിപ്പിച്ചു. പറക്കാട് മണ്ണമ്പാറ പരിസരത്ത് സംഘടിപ്പിച്ച ഗ്രാമോത്സവം എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KU സരിത ഉദ്ഘാടനം ചെയ്തു. പറക്കാട് വെൽഫെയർ അസോസിയേഷൻ പ്രസിഡന്റ് പരമേശ്വരൻ തച്ചംകുളം അധ്യക്ഷനായി. വാഗ്മിയും പ്രഭാഷകനുമായ VK സുരേഷ് ബാബു മുഖ്യാതിഥിയായി. മാതാപിതാക്കൾ മനുഷ്യരായതുകൊണ്ട് മാത്രം നമ്മൾ മനുഷ്യരാകില്ലെന്നും കാലഘട്ടത്തിനനുസരിച്ച് വികാസം പ്രകടിപ്പിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ മനുഷ്യരായി മാറുന്നതെന്നും സുരേഷ് ബാബു പറഞ്ഞു. മനുഷ്യനാകണം മനുഷ്യനാവണം മുരുകൻ കാട്ടാക്കടയുടെ കവിതയാണ്. എങ്ങനെയാണ് മനുഷ്യരാവുക? മനുഷ്യനാകുന്നത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസാണ്. ഇന്നലെ വരെ താൻ മനുഷ്യനായിരുന്നു. ഇന്ന് താൻ ഒരു വൃത്തികെട്ട വാക്ക് പറഞ്ഞാൽ, വൃത്തികെട്ട കർമ്മം ചെയ്താൽ, ഏതെങ്കിലും ഒരു പീഡനക്കേസിൽ പ്രതിയായാൽ നാട്ടുകാർ പറയും, അവന്റെ വെളുപ്പും പ്രസംഗവും കേട്ടിട്ടെന്താ, മനുഷ്യനാണോ അവനിന്ന്? ഓരോ നിമിഷവും മനുഷ്യനാവുകയും മനുഷ്യനായി വികസിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്നതിന് തെളിവുള്ളൂ എന്നും സുരേഷ് ബാബു വ്യക്തമാക്കി. മനുഷ്യനാവണം മനുഷ്യനാവണം മുരുകൻ കാട്ടാക്കടയുടെ കവിതയാണ്. എങ്ങനെയാണ് നമ്മൾ മനുഷ്യരാവുക? അച്ഛനും അമ്മയും മനുഷ്യനായതുകൊണ്ട് നിങ്ങൾക്ക് റേഷൻ കാർഡിൽ മനുഷ്യന്മാർക്ക് മാത്രമുള്ളത് ആ റേഷൻ കാർഡ്, മൃഗങ്ങളുടെ പേരില്ല. 18 വയസ്സായ വോട്ടർ പട്ടികയിൽ പേരുണ്ട്, സ്കൂൾ രജിസ്റ്ററിൽ പേരുണ്ട്. ഇതൊന്നും കൊണ്ട് മാത്രം മനുഷ്യരാകുന്നില്ല. ഇന്ന് ഞാനൊരു വൃത്തികെട്ട വാക്ക് പറഞ്ഞാൽ, വൃത്തികെട്ട ഒരു കർമ്മം ചെയ്താൽ, ഏതെങ്കിലും ഒരു പീഡന കേസ് പ്രതിയായ നാട്ടുകാർ പറയും, ഓൻ്റെ വെളുപ്പും വർത്താനവും പ്രസംഗം കേട്ടിട്ട് എന്താ മനുഷ്യനവൻ എന്ന് പറയില്ലേ? അതാണ്. ഒരു നിമിഷം മതി. ഓരോ നിമിഷവും മനുഷ്യനാവുകയും മനുഷ്യനായി വികസിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്നതിന് തെളിവുള്ളൂ. അതുകൊണ്ട് നമുക്ക് കാത്തിരിക്കാൻ നേരമില്ല. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും ചാവക്കാട് താലൂക്ക് ലൈബ്രറി കൌൺസിൽ വൈസ് പ്രസിഡന്റുമായ TN ലെനിൻ, എളവള്ളി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സനിൽ കുന്നത്തുള്ളി, പ്രസാദ് വാഗ, കലാദീപം ലൈബ്രറി പ്രസിഡന്റ് രേഖ സുബ്രഹ്മണ്യൻ, ഫ്രണ്ട്സ് വായനശാല പ്രസിഡന്റ് വിജയഗോപി, പറക്കാട് വെൽഫെയർ അസോസിയേഷൻ സെക്രട്ടറി PS സുഷീർ, ട്രഷറർ VU ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ മികച്ച സമ്മിശ്ര കർഷകയ്ക്കുള്ള പുരസ്കാരം നേടിയ ഷൈനി സദാനന്ദൻ, കലാകായിക മേഖലയിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികളായ തപൻ തേജ, ദക്ഷിണ, ദേവാഞ്ജന, V ഷിജു, അഭിനന്ദ് കൃഷ്ണ, കൃഷ്ണേന്ദു പ്രമോദ്, PB ഗൌരി, ദീക്ഷിത് അമൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. സാമൂഹ്യ സേവനങ്ങൾക്കായുള്ള ഫണ്ട് കണ്ടെത്താൻ അസോസിയേഷൻ പുറത്തിറക്കിയ സമ്മാനനിധിയുടെ നറുക്കെടുപ്പും ചടങ്ങിൽ നടന്നു. തുടർന്ന് ഗ്രാമത്തിലെ കലാപ്രതിഭകൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ ഉണ്ടായി. ചെറുമനങ്ങാട് സ്വദേശി റാഷിദയ്ക്ക് വേൾഡ് വൈൽഡ് ബുക്ക് ഓഫ് റെക്കോർഡ് ലഭിച്ചു. പൊന്നാനിയിൽ നടന്ന ഹന്ന മെഹന്തി കോമ്പറ്റീഷനിലാണ് വേൾഡ് വൈൽഡ് ബുക്ക് ഓഫ് റെക്കോർഡ് ഡോക്ടർ റാഷിദയ്ക്ക് നൽകിയത്. ദില്ലി ആസ്ഥാനമായ സെൻട്രൽ ഭാരത് സേവക് സമാജിന്റെ ദേശീയ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. ക്ലിനിക്കൽ ഹിപ്നോ തെറാപ്പിസ്റ്റ്, സാമൂഹിക പ്രവർത്തകയുമായ ഡോക്ടർ KM റാഷിദയുടെ സോഷ്യൽ വർക്കറും കൗൺസിലിംഗ് മേഖലയിലെ പ്രവർത്തനങ്ങളും കണക്കിലെടുത്താണ് അംഗീകാരം. ഡോക്ടർ റാഷിദ് മനഃശാസ്ത്രത്തിൻ്റെ ലോകത്ത് അഭിമാനകരമായ സ്ഥാനം നേടിയ വ്യക്തിയാണ്. 8 വർഷത്തോളമായി ജാതി മതഭേദമന്യേ അർഹതപ്പെട്ട പെൺകുട്ടികൾക്ക് വിവാഹ വസ്ത്രം സൗജന്യമായി നൽകി വരുന്നു. സാമൂഹിക സേവന രംഗത്ത് നടത്തിയ അർപ്പണബോധപൂർണമായ പ്രവർത്തനങ്ങൾക്ക് നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. മുൻ ഹജ്ജ് കമ്മിറ്റി മെമ്പർ മുഹമ്മദ് കാസിം കോയയുടെ മകളും പുതുശ്ശേരി സ്വദേശി ഇലക്ട്രിക് എഞ്ചിനീയർ മുഹമ്മദ് ഷഹീന്റെ ഭാര്യയുമാണ് ഡോക്ടർ റാഷിദ. ചാലിശ്ശേരിയിൽ നടന്ന കുടുംബശ്രീ ദേശീയ സരസ് മേളയുടെ ഫുഡ് കോർട്ടിൽ പ്രദർശിപ്പിച്ച ചിത്രങ്ങളിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷിന്റെ സെൽഫി ചിത്രം ശ്രദ്ധേയമായി മാറി. രാത്രി ഫുഡ് കോർട്ടിലെത്തിയ മന്ത്രി തന്റെ ചിത്രം കണ്ട ഉടനെ നിമിഷങ്ങളോളം നിശ്ചലമായി അത് നിരീക്ഷിച്ചു. കൗതുകത്തോടെ ചിത്രം വിലയിരുത്തിയ മന്ത്രി പിന്നീട് സ്വന്തം മൊബൈൽ ഫോണിൽ അത് പകർത്തുകയുമായിരുന്നു. മേളയിലെ കലാസാന്നിധ്യവും സൃഷ്ടിപരവുമായ അന്തരീക്ഷവും ഒരുമിച്ച് വ്യക്തമാക്കിയ ഈ നിമിഷം ഫുഡ് കോർട്ടിലെത്തിയവർക്ക് ഇത് കൗതുക കാഴ്ചയായി മാറുകയായിരുന്നു. വിപണി ഫോക്സ് 11 ജെൻസ് സലോൺ കുന്നംകുളത്ത് പ്രവർത്തനം ആരംഭിച്ചു. കുന്നംകുളം ഗുരുവായൂർ റോഡിൽ ഇട്ടിമാണി ആശുപത്രിക്ക് എതിർവശം ലാവിഷ് ആർക്കേഡ് ബിൽഡിംഗിലാണ് ഫോക്സ് 11 ജെൻസ് സലോൺ തുറന്നിരിക്കുന്നത്.
ജോൺ ഉറുമ്പിൽ കോർ എപ്പിസ്കോപ്പയുടെയും മറ്റ് പ്രമുഖരുടെയും സാന്നിധ്യത്തിൽ സ്ഥാപനമുടമ ജനാനന്ദന്റെ മകൻ അർജുൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഹെയർ കട്ടിംഗ്, ഷേവിംഗ്, ഡൈ, ഹെന്ന, കളറിംഗ്, ഫേഷ്യൽ, ഹെയർ സ്പാ തുടങ്ങി വ്യത്യസ്ത സേവനങ്ങൾ ഒരുക്കിയിരിക്കുന്ന ഫോക്സ് 11-ൽ പരിചയസമ്പന്നരായ ഹെയർ സ്റ്റൈലിസ്റ്റുകൾ നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ യാഥാർത്ഥ്യമാക്കുന്നു. ഗുരുവായൂർ റോഡിൽ ഗേൾസ് ഹൈസ്കൂളിന് മുൻവശത്തുള്ള ഗുഡ് ലുക്ക് സലോൺ സഹോദര സ്ഥാപനമാണ്. ഫോക്സ് 11 ജെൻസ് സലോൺ, ലാവിഷ് ആർക്കേഡ്, ഗുരുവായൂർ റോഡ്, കുന്നംകുളം. ഫോൺ നമ്പർ 9446624544. എടക്കഴിയൂർ പഞ്ചവടിയിൽ വീട്ടുവളപ്പിൽ നിന്ന് അണലിയെ പിടികൂടി. പഞ്ചവടി ക്ഷേത്രത്തിന് സമീപം വാളങ്ങാട്ട് പറമ്പിൽ സിദ്ദിഖ് മൂത്തേടത്തിന്റെ വീടിന് പുറകുവശത്താണ് ഉഗ്രവിഷമുള്ള അണലിയെ കണ്ടത്. തിങ്കളാഴ്ച ഉച്ചയോടെയാണ് വീടിന് പുറകിൽ കിടന്നിരുന്ന ഉപേക്ഷിച്ച പഴയ അലമാരയ്ക്ക് സമീപം അണലി കിടക്കുന്നത് വീട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. വിവരമറിച്ചനുസരിച്ച് പാമ്പ് പിടുത്തക്കാരൻ പള്ളിപ്പറമ്പിൽ വീരാൻകുട്ടി സ്ഥലത്തെത്തി പാമ്പിനെ സുരക്ഷിതമായി പിടികൂടി. വിപണി വിശ്വാസത്തിന്റെ 25 വർഷം പൂർത്തീകരിക്കുന്ന വിശ്വാസ് കമ്പ്യൂട്ടേഴ്സിന്റെ വണ്ടർ ഹണ്ടർ നറുക്കെടുപ്പ് കുന്നംകുളത്ത് നടന്നു. IT പ്രോഡക്റ്റുകളുടെ വിൽപ്പനയും സർവീസും നൽകിക്കൊണ്ടാണ് വിശ്വാസ് കമ്പ്യൂട്ടേഴ്സ് 25 വർഷം പിന്നിട്ട ജൈത്രയാത്ര തുടരുന്നത്. 2000-ൽ മൈക്രോടെക് എന്ന പേരിൽ പഴനിയിൽ ആരംഭിച്ച സ്ഥാപനം വളർച്ചയുടെ പാതകൾ പിന്നിട്ട് 2024-ൽ തൃശൂരിൽ മൾട്ടി ബ്രാൻഡഡ് എക്സ്ക്ലൂസീവ് ഷോറൂം ഉൾപ്പെടെ 5 ബ്രാഞ്ചുകൾ എന്ന ഖ്യാതിയിലേക്ക് എത്തിക്കഴിഞ്ഞു. സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്ക് എന്നു മുതൽക്കൂട്ടായ ഉപഭോക്താക്കളോടുള്ള പ്രതിബദ്ധതയുടെ ഭാഗമായാണ് വണ്ടർ ഹണ്ടർ ഓഫറിലൂടെ നറുക്കെടുപ്പ് സംഘടിപ്പിച്ചത്. 2025 ഓണത്തിനോടനുബന്ധിച്ച് ഡിസംബർ 31-ാം തീയതി വരെയുള്ള ചെറുതും വലുതുമായ പർച്ചേസ് സർവീസ് നടത്തിയ ഉപഭോക്താക്കൾക്ക് നറുക്കെടുപ്പിൽ പങ്കെടുക്കാനുള്ള അവസരം നൽകിയിരുന്നു. കുന്നംകുളം കെയർ ഗ്രാൻഡ് ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ കുന്നംകുളം നഗരസഭ വൈസ് ചെയർമാൻ PG ജയപ്രകാശ് നറുക്കെടുപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സിനി ആർട്ടിസ്റ്റ് ലക്ഷ്മി കീർത്തന മുഖ്യാതിഥിയായി. ചടങ്ങിൽ ISO അംഗീകാരം നേടിയതിന്റെ ISO സർട്ടിഫിക്കേഷൻ പ്രകാശനം ചാർട്ടേഡ് അക്കൗണ്ടന്റും ജീവകാരുണ്യ പ്രവർത്തകനുമായ CSG സൺ നിർവഹിച്ചു. 5 സ്ഥാപനങ്ങളും ISO അംഗീകാരം നേടിയിട്ടുണ്ട്. തുടർന്ന് നടന്ന നറുക്കെടുപ്പിൽ 1-ാം സമ്മാനമായ റോയൽ എൻഫീൽഡ് ഹണ്ടർ ബൈക്ക് ലഭിച്ച കുന്നംകുളം ഇന്ദിരാനഗർ പൊന്നരാശ്ശേരി സാരിഷ്മ സജിക്ക് PG ജയപ്രകാശ്, ലക്ഷ്മി കീർത്തന, CSG സൺ സ്ഥാപനോടമകളായ ഷിനോയ്, സുമി എന്നിവർ ചേർന്ന് താക്കോൽ കൈമാറി. 2-ാം സമ്മാനമായി 5 പേർക്ക് വാട്ടർ പ്യൂരിഫയറും 3-ാം സമ്മാനം 5 പേർക്ക് സൗണ്ട് ബാറും ലഭിച്ചു. സ്ഥാപനത്തിലെ ജീവനക്കാരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. അതിഥികൾക്ക് വിശ്വാസ് കമ്പ്യൂട്ടേഴ്സിന്റെ സ്നേഹോപഹാരവും കൈമാറി. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണം ഗ്രാമിന് 13,030 രൂപ, സ്വർണം പവന് 1,04,240 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 270 രൂപ. ചരമം കൂനമുച്ചി ചാഴൂർ പാവു മകൻ വർക്കി നിര്യാതനായി. 84 വയസ്സായിരുന്നു. സംസ്കാരം കൂനമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് പള്ളി സെമിത്തേരിയിൽ നടന്നു. മേരി ബാരയും സാജു, രാജു എന്നിവർ മക്കളുമാണ്. തിരുവത്ര താഴത്തെ പള്ളിയുടെ വടക്കുഭാഗം താമസിക്കുന്ന കേരൻ്റകത്ത് കയ്യാമ നിര്യാതയായി. 101 വയസ്സായിരുന്നു. ഖബറടക്കം ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് പുതിയറ പള്ളി ഖബർസ്ഥാനിൽ നടക്കും. CPM മണത്തല ലോക്കൽ കമ്മിറ്റി അംഗം KM അലി, ഹംസ, പെങ്കു, അസൂറ, പരേതയായ ജമീല എന്നിവർ മക്കളാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് സാംസ്കാരിക നഗരിയിൽ ബുധനാഴ്ച തിരശ്ശീല ഉയരും.
കലാമേളയുടെ ആവേശം വാനോളം ഉയരുന്നു. സ്വർണ്ണക്കപ്പിന് ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ രാജകീയമായ വരവേൽപ്പ്. ഭാരതീയ ഗ്രാമീണ സംരംഭങ്ങളുടെ തനിമയും സംസ്കാരവും നൃത്ത സംഗീത വാദ്യങ്ങളും സമന്വയിച്ച 13ാമത് കുടുംബശ്രീ ദേശീയ സരസ് മേളയ്ക്ക് ചാലിശ്ശേരിയിൽ കൊടിയിറക്കം. 2.5 ലക്ഷത്തിലേറെ പേർ സന്ദർശിച്ച സരസ് മേള ജനകീയ സരസ് മേള എന്ന ഖ്യാതിയും സ്വന്തമാക്കി. സമാപന സമ്മേളനത്തെ ജനസാഗരമാക്കി മഞ്ജു വാര്യർ. കാണികളെ ആവേശം കൊള്ളിച്ച് ഗായിക സിത്താരയുടെ പ്രൊജക്ട് മലബാറിക്കസിന്റെ സംഗീത വിരുന്ന്. ഏഷ്യയിലെ ഏറ്റവും ഭാരമേറിയ ആനയെന്ന റെക്കോർഡിനുടമയായ ഗുരുവായൂർ ദേവസ്ഥത്തിലെ പ്രശസ്ത കൊമ്പൻ നന്ദൻ പാദരോഗത്തിന്റെ പിടിയിൽ. ഗജവീരന്റെ 2 മുൻകാലുകളിലുമാണ് രോഗം ബാധിച്ചത്. തൃശൂർ പൂരമടക്കമുള്ള ഉത്സവാഘോഷങ്ങൾക്ക് മുൻപേ കൊമ്പൻ ആരോഗ്യം വീണ്ടെടുക്കുമെന്ന പ്രതീക്ഷയിൽ ദേവസ്വവും ഗജപ്രേമികളും. ബന്ധുവായ പെൺകുട്ടിയെ നിരന്തരം ശല്യം ചെയ്യുന്നത് ചോദ്യം ചെയ്ത വൈരാഗ്യത്തിൽ കുന്നംകുളം പെലക്കാട്ട് പയ്യൂരിൽ കുടുംബത്തെ വീടാക്കയറി ആക്രമിച്ച സംഘത്തിലെ 2 പ്രതികളെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. പിടിയിലായത് കണ്ടാണശ്ശേരി ചൗലൂർപ്പടി സ്വദേശി ചൂണ്ടപുരക്കൽ വീട്ടിൽ ശരത്ത്, പാറയമ്പാടം അഗതിയൂർ സ്വദേശി കിരൺ എന്നിവർ. എടക്കഴിയൂർ നേർച്ചയ്ക്കിടെ സംഘർഷം, പോലീസ് ലാത്തിവീശി. നേർച്ച കാണാൻ പോയ പൊന്നാനി കാപ്പിരിക്കാട് സ്വദേശിയായ യുവാവിനെ ചാവക്കാട് പോലീസ് ആളുമാറി മർദ്ദിച്ചതായി പരാതി. പാലപ്പെട്ടി കാപ്പിരിക്കാട് പയ്യക്കാട്ട് ആരിഫിന്റെ മകൻ അനസനെയാണ് ചാവക്കാട് പോലീസ് മർദ്ദിച്ചുവെന്ന് ആരോപിച്ച് ബന്ധുക്കൾ രംഗത്ത് വന്നത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.